ഹായ് ഓൾ, വെൽക്കം ടു ദി സെഷൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹീറ്റ് എഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ സെഷനുകൾ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് വർക്ക് അല്ലെങ്കിൽ ഹീറ്റ് എനർജിയിൽ നിന്നും നമുക്ക് വർക്കിനെ എക്സ്ട്രാക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്തിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളെല്ലാം നമ്മൾ ചെയ്തപ്പോൾ വി കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ during isothermal expansion or adiabatic expansion, isothermal compression or adiabatic compression. അപ്പം ഇതെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു ഹീറ്റ് എനർജി അവിടെ ഒരു ഫ്ലോ നടക്കുമ്പോൾ വി ക്യാൻ എക്സ്ട്രാക്ട് വർക്ക് ഫ്രം ദി പ്രോസസ്. നമുക്ക് അതിൽ നിന്നും എന്ത് ചെയ്യാം? വർക്ക് നമുക്ക് ആ ഒരു പ്രോസസ്സിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ഒരു എനർജിയെ നമുക്ക് ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുക എന്നത് തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടിനെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും എളുപ്പകരമാക്കുന്ന, നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും എളുപ്പകരമാക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ പ്രോബ്ലങ്ങളിൽ നിന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹീറ്റ് എൻജിൻസ് ആണ്. നമ്മൾ ഇതുവരെയും പഠിച്ച ഐസോതെർമൽ കംപ്രഷൻ ആയിക്കോട്ടെ, എക്സ്പാൻഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഡബാറ്റിക് എക്സ്പാൻഷൻ ആയിക്കോട്ടെ, അഡബാറ്റിക് കംപ്രഷൻ ആയിക്കോട്ടെ, ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ വർക്ക് അല്ലെങ്കിൽ ഹീറ്റ് എനർജിയുടെ ഒരു ഫ്ലോ വരുന്നത് വഴി ഒരു വർക്ക് അവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് എങ്ങനെ ഒരു യൂസ്ഫുൾ വർക്കായിട്ട് മാറ്റാമെന്നുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഹീറ്റ് എഞ്ചിൻ എന്തെന്ന് പഠിക്കും, ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ പഠിക്കും, പിന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന പെട്രോൾ എഞ്ചിനെയും ഡീസൽ എഞ്ചിനെയും കുറിച്ച് പഠിക്കും. ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഹീറ്റ് എഞ്ചിൻ എന്നുള്ളത് നോക്കാം. നമുക്ക് നേരത്തെ മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മുടെ മെക്കാനിക്കൽ എനർജി ആയിട്ട് നമുക്ക് വെളിയിൽ കിട്ടണം ഹീറ്റ് എനർജി. സോ ഹീറ്റ് എഞ്ചിൻസ് ആർ നത്തിങ് ബട്ട് വിച്ച് കൺവേർട്സ് ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് which converts heat energy into mechanical energy. ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹീറ്റ് എൻജിൻസ് എന്ന് പറയുന്നത്. ഈ ഹീറ്റ് എൻജിനെ 4 ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ എസെൻഷ്യൽ പാർട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സോഴ്സ്. ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു സോഴ്സ് ആണ്, വിച്ച് ഈസ് എ ഹോട്ട് ബോഡി. ദെൻ there is a working substance, there is an insulating stand, and also there is a sink. So these are the 4 essential parts of a heat engine. നമ്മൾ സാധാരണ കാണുന്ന ഹീറ്റ് എഞ്ചിന് ഇത്രയും അല്ലെങ്കിൽ ഈ പറയുന്ന 4 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണാം. അതിൽ ആദ്യത്തേത് സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോട്ട് ബോഡി. സോഴ്സ് ആണ് ഈ വർക്ക് ചെയ്യാൻ ആവശ്യമായ ഹീറ്റ് എനർജി നൽകുന്ന ഒരു വസ്തു. ഇപ്പോൾ സോഴ്സ് എന്ന് പറയുന്നത് വളരെ ചൂടുള്ള ഒരു ബോഡി ആയിരിക്കും. ഇറ്റ് ഈസ് എ ഹോട്ട് ബോഡി. വർക്കിംഗ് സബ്സ്റ്റൻസ് മേ ബി ഗ്യാസ്, അല്ലേ? നമുക്ക് ഇപ്പം ഗ്യാസ് ആകാം. ആ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇസ് എ മീഡിയം. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു? സോഴ്സിൽ നിന്നും ഹീറ്റ് എനർജി സ്വീകരിച്ചുകൊണ്ട് ഇറ്റ് കൺവേർട്സ് എ പാർട്ട് ഓഫ് ദ ഹീറ്റ് എനർജി ഇൻറ്റു യൂസ്ഫുൾ വർക്ക്. അതാണ് വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ ജോലി. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? സോഴ്സിൽ നിന്നും ഹീറ്റ് എനർജി സ്വീകരിക്കും. ഹീറ്റ് എനർജി സ്വീകരിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പാർട്ട് ആവശ്യമായിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ ജോലി. അപ്പോൾ ബാക്കി വരുന്നതിന് അവൻ എന്ത് ചെയ്യും? സിങ്കിൽ കൊണ്ട് റിജക്റ്റ് ചെയ്യും. സോ വർക്കിംഗ് സബ്സ്റ്റൻസ് ചെയ്യുന്നത് ഫ്രം ദി സോഴ്സ് ഇറ്റ് അബ്സോർബ്സ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി, എ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക് ആൻഡ് ദ റിമൈനിങ് പാർട്ട് വിൽ ബി റിജക്റ്റഡ് ടു സിങ്ക്. അപ്പോൾ സിങ്ക് എന്നും പറയുന്നത് ഹീറ്റ് എനർജിയെ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി ആയിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതൊരു കോൾഡ് ബോഡി ആയിരിക്കും. അപ്പോൾ സിങ്ക് എന്ന് പറയുന്നത് ഒരു കോൾഡ് ബോഡിയാണ്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ റിസീവ് എനി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി. സോ സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോട്ട് ബോഡി വിച്ച് ക്യാൻ സപ്ലൈ എനി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് സോഴ്സിൽ നിന്നും ഹീറ്റ് എനർജി സ്വീകരിച്ച് വർക്ക് ചെയ്ത് ഒരു ഭാഗം, അതിൻ്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞ് വർക്ക് ചെയ്തിട്ട് ബാക്കി എവിടെ കൊണ്ട് കളയും? സിങ്കിലേക്ക് നിക്ഷേപിക്കും. ഈ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സ് നടക്കുന്ന സമയം ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സിനെ മാറ്റി വർക്കിംഗ് സബ്സ്റ്റൻസിനെ ചില സമയത്ത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയോ എക്സ്പാൻഷൻ നടത്തുകയോ കംപ്രഷൻ നടത്തുകയോ ഒക്കെ ചെയ്യും. അത് നമ്മളൊരു പ്രോസസ്സ് പഠിക്കുന്ന സമയം എന്താണ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ ഉപയോഗമെന്ന് നമ്മൾ പഠിക്കും.
അപ്പം ദീസ് ആർ ദി 4 എസെൻഷ്യൽ പാർട്സ് ഓഫ് എ ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണും. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ആ മെക്കാനിക്കൽ എനർജിയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് നമ്മുടെ പല എഫർട്ടിനെയും സിംപ്ലിഫൈ ചെയ്യുന്നത്. ഇതിന് 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എ സോഴ്സ് വിച്ച് ഈസ് എ ഹോട്ട് ബോഡി which can supply any amount of heat energy. Then there is a working substance like gas or any other medium which can absorb heat from the source, which will convert a part of the heat into useful work and will reject the remaining part to the sink. And sink is a cold body which can receive any amount of heat energy. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റൈൻ്റെ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. അത് നമ്മൾ ഒരു ഹീറ്റ് എൻജിൻ കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിലിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. മനസ്സിലായല്ലോ? Next we can discuss the history of heat engine. ഇത് വളരെ രസകരമായൊരു വസ്തുതയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹീറ്റ് എനർജി ഹയർ ടെമ്പറേച്ചറിൽ നിന്നും ലോവർ ടെമ്പറേച്ചറിലേക്ക് ഫ്ലോ ചെയ്യുന്നത് വഴി നമുക്കതിൽ നിന്നും വർക്കിനെ എക്സ്ട്രാക്റ്റ് ചെയ്യാം എന്ന് ആദ്യമായിട്ട് തിയറി ആയിട്ട് ഡെവലപ്പ് ചെയ്തത് കാർനോട്ടാണ് ഇൻ ദ ഇയർ 1824. 1824 അദ്ദേഹം ഈ തിയറി പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു തിയറി നമ്മുടെ സയൻസിൽ സാധാരണ ഉണ്ടാകുന്നത് ഫസ്റ്റ് വി വിൽ ഡെവലപ്പ് എ തിയറി, ദെൻ ബേസ്ഡ് ഓൺ ദി തിയറി ദി ടെക്നോളജി വിൽ ബി ഡെവലപ്ഡ്. നമ്മളൊരു തിയറി ഡെവലപ്പ് ചെയ്യും. ആ തിയറിയിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിന് ആവശ്യമായിട്ടുള്ളൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് ബേസിക് സയൻസും ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഹീറ്റ് എഞ്ചിനിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സ് നടന്നത്. കാരണം തിയറി ഡെവലപ്പ് ചെയ്യുന്നതിന് വളരെ മുമ്പ് തന്നെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് ആദ്യമായി ഇതിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്യുന്നത് കാർനോട്ട് ഇൻ ദ ഇയർ 1824 ആണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം ജെയിംസ് വാട്ട്, നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റീം എഞ്ചിൻ 1763 ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1763 അദ്ദേഹം സ്റ്റീം എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ അതിനു മുന്നേ സാവേരി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1698 ഡെവലപ്പ് ചെയ്ത ഒരു വാട്ടർ എഞ്ചിൻ്റെ ബേസ് ആയിരുന്നു. അതിനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ജെയിംസ് വാട്ട് എന്ത് ചെയ്യുന്നത്, ഇന്ന് കാണുന്ന സ്റ്റീം എഞ്ചിൻ, പിസ്റ്റൺ മോഡൽ സ്റ്റീം എഞ്ചിൻ, അതിലൊരു വാട്ടർ കൂൾഡ് സിസ്റ്റം ഒക്കെ കൊണ്ടുവരുന്നത് ജെയിംസ് വാട്ട് ആ സാവേരി കണ്ടുപിടിച്ച എഞ്ചിനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിനു മുന്നേ 1629 തന്നെ ബ്രാങ്ക കണ്ടുപിടിച്ച വാട്ടർ എഞ്ചിനെ മോഡിഫൈ ചെയ്താണ് സാവേരി വാട്ടർ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലേക്ക് നോക്കിയാൽ ഇതിനു മുമ്പ് ബ്രാങ്കയുടെ എഞ്ചിന് മുമ്പ് തന്നെ നിങ്ങൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ അതിന് മുമ്പ് തന്നെ ഒരുപാട് നമ്മുടെ വാട്ടർ എഞ്ചിൻസും അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഇന്ന് കാണുന്ന എഞ്ചിനല്ല, എയർ ഫ്ലോ കൊണ്ടുള്ള ഒക്കെ വർക്ക് ചെയ്യുന്ന എഞ്ചിൻ അതിന് മുമ്പ് തന്നെ പലരും കണ്ടുപിടിച്ചിരുന്നു. അത് നമുക്ക് ഹിസ്റ്ററി നോക്കിയാൽ അറിയാം. അത് വളരെ രസകരമായൊരു വസ്തുതയാണ്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ ആദ്യം തന്നെ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഹീറ്റ് എനർജി ഹയർ ടെമ്പറേച്ചറിൽ നിന്നും ലോവർ ടെമ്പറേച്ചറിലേക്ക് ഫ്ലോ ചെയ്താൽ വർക്കിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാമെന്ന തിയറി കൊണ്ടുവരുന്നത്. ഇതിന് മുമ്പുണ്ടായ ഹീറ്റ് എഞ്ചിൻ എല്ലാം തന്നെ ഒരു തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. കാരണം കാർനോട്ട് ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നത് 1824 അപ്പം ഇതാണ് ഒരു ഹിസ്റ്ററി ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് വളരെ രസകരമായൊരു വസ്തുതയാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അതിൻ്റെ ഓരോ ടൈം ലൈനും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 1824 കാർനോട്ട് എന്ത് ചെയ്തു, ഒരു തിയറി ഡെവലപ്പ് ചെയ്തു. റിയലൈസ്ഡ് എ തിയറിറ്റിക്കൽ ഹീറ്റ് എഞ്ചിൻ വിച്ച് ഈസ് ഫ്രീ ഫ്രം ഓൾ ഡിഫെക്ട്സ്. ഇതൊരു പ്രാക്ടിക്കൽ ഹീറ്റ് എഞ്ചിൻ അല്ല, വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ. കാരണം അത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി ഡിവൈസ് ചെയ്യാൻ അതിന് ഒരുപാട് ഡിഫിക്കൽറ്റി ഉണ്ട്. സോ ഹി ഡിവൈസ്ഡ് ആൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ വിച്ച് ഈസ് ഫ്രീ ഫ്രം ഓൾ ഡിഫെക്ട്സ് വിച്ച് ഹാസ് ദി മോസ്റ്റ് അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ള രീതിയിലായിരുന്നു അദ്ദേഹം അതിനെ ഡിവൈസ് ചെയ്തത്. സോ ദാറ്റ് എഫിഷ്യൻസി ഈസ് മാക്സിമം ആൻഡ് ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ വിച്ച് ഈസ് കോൾഡ് കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ നമ്മൾ ഹീറ്റ് എഞ്ചിനിൽ ആദ്യം പഠിക്കുന്നത് കാർനോട്ട്സ് ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. ഇറ്റ്സ് നോട്ട് എ പ്രാക്ടിക്കൽ എഞ്ചിൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന പെട്രോൾ എഞ്ചിനെ പോലെയോ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനെ പോലെയോ ഉള്ള ഒരു പ്രാക്ടിക്കൽ ഹീറ്റ് എഞ്ചിൻ അല്ല, ഇറ്റ്സ് ആൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ. അതിൻ്റെ എഫിഷ്യൻസി എന്താണ്, മാക്സിമം. അതിനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 4 കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ്, ഇറ്റ് ഹാസ് എ സിലിണ്ടർ. നിങ്ങൾക്ക് കാണാം ഒരു സിലിണ്ടർ അതിൻ്റെ അകത്തുണ്ട്.
ആ സിലിണ്ടറിൻ്റെ അകത്തായിരിക്കും ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്തിരിക്കുന്നത്. ആ സിലിണ്ടറിൻ്റെ വാൾ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആണ്. സോ ഇറ്റ് ഹാസ് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പിസ്റ്റൺ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ ഫ്രീലി മൂവബിൾ വിച്ച് മീൻസ് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ഉണ്ട്. ആൻഡ് അതും എന്താണ്, പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് പിസ്റ്റൺ ആണ്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ ആദ്യത്തെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ ആണ്. ആ സിലിണ്ടറിൻ്റെ അകത്ത് എന്തുണ്ട്, വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്. ആ സിലിണ്ടറിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് വാൾസ് ആണ്. അതിൻ്റെ ബേസ് കണ്ടക്റ്റിംഗ് ആണ്. അതുപോലെ അതിനൊരു സോഴ്സ് കാണും വിച്ച് ഈസ് അറ്റ് എ ടെമ്പറേച്ചർ T1. ദെൻ ഇറ്റ് ഹാസ് സിങ്ക് which is at a temperature T2, and then there is an insulating stand. But these are the 4 components of a Carnot's heat engine. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ്. കാരണം വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് സോഴ്സിൽ നിന്നും ഹീറ്റ് എനർജി സ്വീകരിച്ചുകൊണ്ട് യൂസ്ഫുൾ വർക്ക് ചെയ്യേണ്ടത്. സോ ഇൻ ദ Carnot's heat engine, the ideal gas is the working substance. ഐഡിയൽ ഗ്യാസ് ആണ് എന്തെന്ന് പറയുന്നത്, വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് പറയുന്നത്. ആ ഐഡിയൽ ഗ്യാസ് എവിടെ എടുക്കുന്നു, വിൽ ബി ടേക്കൺ ഇൻസൈഡ് ദി സിലിണ്ടർ. ആ സിലിണ്ടറിൻ്റെ അകത്ത് എടുക്കുന്നു വിത്ത് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് വാൾ. ആ സിലിണ്ടറിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ വോൾ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആണ്. കാരണം വോളിൽ കൂടി ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് നടക്കത്തില്ല. ഇവിടെ മാത്രമേ അത് പറ്റത്തുള്ളൂ. ബേസിൽ കൂടി മാത്രമേ ഹീറ്റിന് എന്ത് ചെയ്യാൻ പറ്റൂ, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റൂ. കാരണം ബേസ് എന്ന് പറയുന്നത് ഒരു കണ്ടക്റ്റിംഗ് ബേസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ ഫ്രീലി മൂവബിൾ പിസ്റ്റൺ. ഒരു ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള മൂവ് ചെയ്യാൻ പറ്റുന്ന, മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രിക്ഷൻലെസ് ഇൻസുലേറ്റിംഗ് പിസ്റ്റൺ അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വർക്കിംഗ് സബ്സ്റ്റൻസും അത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന സിലിണ്ടറിൻ്റെയും പ്രോപ്പർട്ടി. ദെൻ ദർ ഇസ് എ സോഴ്സ് വിച്ച് ഈസ് ഓഫ് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി അറ്റ് എ ഹയർ ടെമ്പറേച്ചർ T1. സോ ദർ ഇസ് എ സോഴ്സ് വിച്ച് ഈസ് എ ഹോട്ട് ബോഡി of infinite thermal capacity at a higher temperature T1. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. സോ ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിച്ച് മീൻസ് ഇറ്റ് ക്യാൻ സപ്ലൈ എനി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി സോ ദാറ്റ് ഇറ്റ്സ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് T1. T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ തന്നെയായിരിക്കും നിൽക്കുന്നത്. അതിന് എത്രമാത്രം ഹീറ്റ് എനർജി വേണമെങ്കിലും അതിനെ സപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ എടുക്കുന്ന സോഴ്സിൻ്റെ പ്രോപ്പർട്ടി. So it's a hot body of infinite thermal capacity at a higher temperature T1. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ there is a sink. അവിടെ ഒരു സിങ്ക് എന്ന് പറഞ്ഞൊരു ബോഡി കാണും. A cold body of infinite thermal capacity at a lower temperature T2. അതൊരു കോൾഡ് ബോഡിയാണ്. അതിൻ്റെ ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഉണ്ട് അറ്റ് എ ലോവർ ടെമ്പറേച്ചർ T2. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇറ്റ് ക്യാൻ അബ്സോർബ് എനി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി. പക്ഷേ അതിൻ്റെ ടെമ്പറേച്ചർ അതിൽ തന്നെ നിൽക്കും, T2 എന്ന് പറയുന്ന ലോവർ ടെമ്പറേച്ചർ തന്നെ നിൽക്കും. അപ്പം ആ കോൾഡ് ബോഡി T2 എന്ന് പറയുന്ന കോൾഡ് ബോഡി എത്രമാത്രം ഹീറ്റ് എനർജി റിസീവ് ചെയ്താലും അതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സിങ്ക് ഈസ് എ കോൾഡ് ബോഡി ഓഫ് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ T2. ഒബ്വിയസ്ലി ദർ ഇസ് എ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയം നമ്മൾ പല തവണയും ഈ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിനെ ഉപയോഗിക്കും. അത് എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പം ദീസ് ആർ ദി 4 എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് എ Carnot's ഹീറ്റ് എഞ്ചിൻ. ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഐഡിയൽ ഗ്യാസ് ആണ്. ടേക്കൺ ഇൻസൈഡ് എ സിലിണ്ടർ വിത്ത് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് വാൾ ആൻഡ് പെർഫെക്റ്റ്ലി കണ്ടക്ടിംഗ് ബേസ്. ആൻഡ് ദർ ഇസ് എ സോഴ്സ് which is a hot body of infinite thermal capacity at a higher temperature T1. അർത്ഥം അതിന് എത്ര ഹീറ്റ് എനർജി വേണമെങ്കിലും സപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഇസ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് T1. And there is a sink which is a cold body of infinite thermal capacity which is at a lower temperature T2. അർത്ഥം അതിന് എത്ര എനർജി ഹീറ്റ് എനർജി വേണമെങ്കിലും അതിന് എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർബ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. ആൻഡ് ദർ ഇസ് എ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. അപ്പം ഇതാണ് ഒരു Carnot's ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ദീസ് ആർ ദി 4 കമ്പോണൻസ്. ഇനി ഇതിൽ നിന്നും എങ്ങനെയാണ് ഒരു വർക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, സോഴ്സിൽ നിന്നും ഹീറ്റ് സ്വീകരിക്കും. അതിൻ്റെ ഒരു പാർട്ട് എന്ത് ചെയ്യും, വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ബാക്കി പാർട്ട് അത് എന്തിലേക്ക് കൊടുക്കും, സിങ്കിലേക്ക് റിജക്റ്റ് ചെയ്ത് വർക്കിംഗ് സബ്സ്റ്റൻസ് നേരത്തെ എങ്ങനെയാണോ ഇരുന്നത് അതേ പ്രഷറും അതേ വോളിയം അതേ ടെമ്പറേച്ചറിലേക്ക് അതെന്ത് ചെയ്യും, അതിൻ്റെ പഴയ സ്റ്റേജിലേക്ക് അത് തിരിച്ചു പോകും. ഇപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസ് P1 V1 T1 എന്ന് പറയുന്ന ഒരു അവസ്ഥയിലിരുന്നത് ടെമ്പറേച്ചർ ഹീറ്റ് എനർജി സ്വീകരിക്കും, അതിൻ്റെ അവസ്ഥ മാറും.
അത് സിങ്കിലേക്ക് ബാക്കി ഹീറ്റ് എനർജി വർക്ക് ചെയ്തതിന് ശേഷം ബാക്കി ഹീറ്റ് എനർജി റിജക്റ്റ് ചെയ്യുമ്പോൾ അത് പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് അത് പോകും. ആ സമയം നമ്മൾ പറയും അത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ യു വിൽ സേ ദാറ്റ് ഇറ്റ് കംപ്ലീറ്റ്സ് വൺ സൈക്കിൾ. ആ എഞ്ചിൻ എന്ത് ചെയ്തു? വൺ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ വൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്നും ഹീറ്റ് എനർജി സ്വീകരിച്ച് വർക്ക് ചെയ്ത് അത് സിങ്കിലേക്ക് റിജക്റ്റ് ചെയ്ത് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് പോകുന്നതാണ് ഒരു സൈക്കിൾ. അപ്പോൾ ആ ഒരു സൈക്കിൾ നടന്നു കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്ത് എക്സ്ട്രാക്ട് ചെയ്യും? വർക്ക് എക്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഒരു സൈക്കിൾ അവിടെ നടന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? വർക്ക് കിട്ടും. സോ ബൈ റിപ്പീറ്റിംഗ് ദി സൈക്കിൾ, ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തു. അതെങ്ങനെയാണ്? ആദ്യം സോഴ്സിൽ നിന്നും വർക്കിംഗ് സബ്സ്റ്റൻസ് ഹീറ്റ് എനർജി എടുക്കുന്നു, വർക്ക് ചെയ്യുന്നു, സിങ്കിലേക്ക് ബാക്കിയുള്ളത് റിജക്ട് ചെയ്യുന്നു, പിന്നെയും എന്ത് ചെയ്യുന്നു? സോഴ്സിൽ നിന്നും. അപ്പോൾ സെക്കൻഡ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് സിങ്കിലേക്ക് ഹീറ്റ് എനർജി റിജക്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ബൈ റിപ്പീറ്റിംഗ് ദ സൈക്കിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ക്യാൻ ബി കണ്ടിന്യൂസ്ലി ഒബ്റ്റെയിൻഡ്. നമ്മൾ എന്ത് ചെയ്യും? വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്കിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കും. അപ്പോൾ നമുക്ക് അടുത്ത പഠിക്കേണ്ടത് ഏതൊക്കെ പ്രോസസ്സാണ് കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ ഒരു സൈക്കിളിൽ ചെയ്യുന്നത്. അതാണ് നമുക്ക് അടുത്ത പഠിക്കേണ്ട പോർഷൻ. അപ്പോൾ ഇതുവരെ ഉള്ളത് എന്താണ് ഹീറ്റ് എഞ്ചിൻ, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് എന്താണ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, കാർനോട്ട്സ് എങ്ങനെയാണ് അതിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്, കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ എന്താണ്, അതിൻ്റെ പ്രത്യേകത, അതൊരു ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയാനുള്ള കാരണം, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ്, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ നോക്കുക. നമുക്ക് അടുത്ത സെഷനിൽ എങ്ങനെയാണ് ഒരു കാർനോട്ട് സൈക്കിൾ, ഏതൊക്കെ പ്രോസസ്സ് ഒരു കാർനോട്ട് സൈക്കിളിൽ ഉണ്ടെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.